ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ കരാർ കമ്പനിയുടെ ടിപ്പർ ലോറി ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടാരക്കര വെട്ടിക്കവല സ്വദേശി രാഹുലിനെയാണ് മുല്ലൂർ തലക്കോട് അണ്ടർ പാസേജിന് സമീപത്തെ സ്റ്റോർ റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 ദിവസം മുൻപാണ് വിഴിഞ്ഞത്തെ അപ്രോച്ച് റോഡ് നിർമ്മാണ കരാർ കമ്പനിയിൽ ടിപ്പർ ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ചത്. മുൻപ് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇതേ കരാർ കമ്പനിയിലെ ഡ്രൈവറായിരുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വളർത്തുനായ വീട്ടുവളപ്പിൽ കയറിയ തർക്കത്തിൽ യുവാവിനെ അയൽവാസി വെട്ടിക്കൊന്നു. കോടശ്ശേരിയിൽ അയൽവാസിയെ വെട്ടിക്കൊന്നു. കോടശ്ശേരി സ്വദേശി ഷിജുവാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അയൽവാസിയായ അന്തോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാത്രിയോടെയാണ് സംഭവം. കൊല്ലപ്പെട്ട ഷിജുവിന്റെ വീട്ടിലെ വളർത്തുനായ അന്തോണിയുടെ വീട്ടുവളപ്പിൽ കയറിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം. വീടിനും വാഹനങ്ങൾക്കും തീവെച്ച് ഗൃഹനാഥൻ ജീവനൊടുക്കാൻ ശ്രമിച്ചു. തിരുവനന്തപുരം വിഴിഞ്ഞത്താണ് സംഭവം. വെങ്ങാനൂർ സ്വദേശി ജി കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസ് നിഗമനം. പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തിയ കൃഷ്ണൻകുട്ടിയെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ആധാരവും മറ്റു രേഖകളും ഇതിനോടൊപ്പം കത്തി നശിച്ചിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഇയാൾ വീടിന് തീവെച്ചത്. ഒപ്പം വീടിന് മുന്നിൽ വെച്ചിരുന്ന 2 ഇരുചക്ര വാഹനങ്ങളും ഇയാൾ പെട്രോൾ ഒഴിച്ച് തീവെച്ചിരുന്നു. വീടിന് തീ പടർന്നു പിടിക്കുന്നത് കണ്ട് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ഓടിക്കൂടുകയും ശേഷം ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയുമായിരുന്നു. ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം 2 പേർക്ക് വെട്ടേറ്റു. കാസർഗോഡ് കാഞ്ഞിരത്തുംകാലിയിലാണ് സംഭവം. ബിംബുകാൽ സ്വദേശി സരീഷ്, CPO സൂരജ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ജിഷ്ണു, വിഷ്ണു എന്നിവരാണ് ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സരീഷിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതികൾ ഒരു അധ്യാപികയുടെ വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്രോളിംഗ് നടത്തിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയായിരുന്നു. ഈ സമയത്ത് മാരകായുധങ്ങളുമായാണ് പ്രതികളായ ജിഷ്ണുവും വിഷ്ണുവും നിന്നിരുന്നത്. വടിവാൾ ഉപയോഗിച്ച് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പോലീസുകാരെ കണ്ടതോടെ പ്രദേശവാസിയായ സരീഷിനെ കത്തി ഉപയോഗിച്ച് കുത്തി. സരീഷിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് CPO സൂരജിനും കുത്തേറ്റത്. സരീഷിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. ഓടുന്ന കാറിൽ ബലാത്സംഗ ശ്രമം. ചെറുത്ത യുവതിയെ കുത്തിക്കൊന്ന് 2 പേർ അറസ്റ്റിൽ. UPയുടെ തലസ്ഥാനമായ ലക്നൌവിലാണ് സംഭവം. 26-കാരിയായ ബ്യൂട്ടീഷ്യനാണ് കൊല്ലപ്പെട്ടത്. ജോലി കഴിഞ്ഞതിന് ശേഷം മടങ്ങുന്നതിനിടയിലാണ് ബലാത്സംഗം ശ്രമം ഉണ്ടായത്. വിവാഹ ദിനത്തിൽ സുധാൻഷു എന്നയാൾക്ക് മുടിയിൽ ഹെന്ന നൽകുന്നതിന് വേണ്ടിയാണ് യുവതി സഹോദരങ്ങൾക്കൊപ്പം പോയത്. ബ്യൂട്ടീഷ്യനെയും സഹോദരിയെയും കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി അജയ്, വികാസ്, ആദർശ് എന്നിവരാണ് എത്തിയത്. ബ്യൂട്ടീഷ്യനായ യുവതിയെയും സഹോദരിയെയുമാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഇരുവരും പീഡനം ചേർത്തതോടെ അജയ് എന്നയാൾ കത്തി ഉപയോഗിച്ച് ബ്യൂട്ടീഷ്യനായ യുവതിയുടെ കഴുത്തറുക്കുകയായിരുന്നു. ഇതിനിടെ കാർ ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിഞ്ഞു. ആളുകൾ ഓടിക്കൂടുമ്പോഴേക്കും പ്രതികളായ 3 പേരും രക്ഷപ്പെട്ടു. രക്ഷപ്പെടുന്നതിന് മുമ്പായി ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ കുടുംബത്തിലെ മുഴുവൻ പേരെയും കൊല്ലുമെന്ന് പെൺകുട്ടിയുടെ സഹോദരിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് യുവതിയുടെ ഭർത്താവ് നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വികാസ്, ആദർശ് എന്നീ 2 പേർ പോലീസ് പിടിയിലായി. മൂന്നാമൻ അജയ് ഇപ്പോഴും ഒളിവിലാണ്. വിവാഹ പാർട്ടിക്ക് പോയ കാർ യാത്രികരെ മറ്റൊരു വിവാഹ പാർട്ടിക്ക് പോയവർ ആക്രമിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നാദാപുരം വളയത്ത് വെച്ചാണ് കാറിൽ സഞ്ചരിച്ച കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ മറ്റൊരു വാഹനം ഇടിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പരാതി. നാദാപുരം ചെക്കിയാട് സ്വദേശികളായ 4 പേർക്കാണ് പരിക്കേറ്റത്. കാറിന്റെ മുന്നിലെ ഗ്ലാസ് അടക്കം തകർത്തു. കാറിന് സൈഡ് കൊടുക്കുന്നതിനിടെ ഉരസിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. സംഘത്തിൽ 6 വയസ്സുള്ള കുട്ടിക്കും പരിക്കേറ്റെന്നാണ് പരാതി. അക്രമ സംഭവത്തിന് പിന്നാലെ സ്ഥലത്ത് സംഘർഷമുണ്ടായി. മർദ്ദനമേറ്റവരുടെ കൂടെ മറ്റൊരു വാഹനത്തിൽ ഉണ്ടായിരുന്നവർ ആക്രമിച്ചവരെ പിന്തുടർന്ന് തിരിച്ച് ആക്രമിച്ചുവെന്നും പറയുന്നുണ്ട്. പോലീസ് എത്തിയാണ് സംഘർഷം നിയന്ത്രിച്ചത്.
പട്ടാപ്പകൽ റോഡിലൂടെ നടന്നുപോയ പെൺകുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമം. പാലക്കാട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ വയോധികനെ കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. തച്ചമ്പാറ സ്വദേശി മുരിങ്ങാക്കോടൻ മൊയ്തൂട്ടിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാവിലെ 11 മണിയോടെ തച്ചമ്പാറയിൽ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ വീട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുതിരയോടിയ പെൺകുട്ടി നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. വാക്കുതർക്കത്തിന് പിന്നാലെ ഭാര്യയുടെ തലവെട്ടി സൈക്കിളിന്റെ മുന്നിലെ കുട്ടയിലിട്ടു. പോലീസ് സ്റ്റേഷനിലെത്തി 60കാരൻ ഭർത്താവ് കീഴടങ്ങി. അസാമിലെ ചിരാങ് ജില്ലയിലാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. ബിദേശ് ഹജോങ് എന്ന 60കാരനാണ് കേസിലെ പ്രതി. ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത്. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ഇവർ വഴക്കുണ്ടാക്കുന്നത് പതിവാണെന്ന് അയൽക്കാർ പറയുന്നു. ശനിയാഴ്ച രാത്രി ഇവർ തമ്മിലുള്ള വഴക്ക് മൂർച്ഛിച്ചപ്പോൾ ഭാര്യ ബജന്തിയുടെ തല ഇയാൾ വെട്ടുകയായിരുന്നു. രക്തം വാർന്നൊഴുകുന്ന തലയെടുത്ത് ബിദേശ് സൈക്കിളിന്റെ മുന്നിലുള്ള കുട്ടയിലിട്ട ശേഷം ഇതുമായി നേരെ ബല്ലംഗുരി ഔട്ട് പോസ്റ്റിലുള്ള പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ബിദേശിനും ബജന്തിക്കും 2 പെൺമക്കളാണുള്ളത്. ഇവരുടെ മുന്നിൽ വെച്ചാണ് കൊലപാതകം നടത്തിയത്. കർണാടക മുൻ DGP ഓം പ്രകാശിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഞായറാഴ്ച ഉച്ചയോടെയാണ് ബംഗളൂരുവിലെ HSR ലേ ഔട്ടിലെ വീട്ടിൽ കുത്തേറ്റ മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. കൊലപാതകത്തിൽ ഭാര്യ പല്ലവിയെ അറസ്റ്റ് ചെയ്തു. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യ തന്നെയാണ് ഓം പ്രകാശിനെ കൊലപ്പെടുത്തിയതെന്നാണ് സംശയിക്കുന്നത്. ഓം പ്രകാശ് തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നതായി പല്ലവി IPS ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. കൊലപാതക വിവരം പോലീസിനെ അറിയിച്ചതും പല്ലവി തന്നെയാണ്. കൊലപാതക സമയത്ത് മകൾ ഒപ്പമുണ്ടായിരുന്നു. വിരമിച്ച മറ്റൊരു IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ വീഡിയോ കോൾ ചെയ്ത് താൻ ആ പിശാചിനെ കൊന്ന് എന്ന് പല്ലവി പറഞ്ഞതായും ആ സുഹൃത്ത് പോലീസിനെ ഇക്കാര്യം അറിയിച്ചതായും റിപ്പോർട്ടുണ്ട്. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ഓം പ്രകാശ് നേരത്തെ ചില അടുത്ത അനുനായികളോട് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കർണാടക കേഡർ 1981 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ ഓം പ്രകാശ് സംസ്ഥാന DGP ആയും സേവനമനുഷ്ഠിച്ചയാളാണ്. 2015 സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. കഞ്ചാവ് വിൽപ്പന ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ വീട് കയറി ആക്രമണം. ക്യാൻസർ രോഗിയായ ഗൃഹനാഥന് വെട്ടേറ്റു. അമ്പലപ്പുഴ വടക്ക് വളഞ്ഞവഴി പുതുവൽ നീർക്കുന്നം വിനോദ് കുമാറിനെയാണ് വെട്ടേറ്റത്. അക്രമം അറിഞ്ഞു ചെന്ന അയൽവാസിയായ സുധാകരനും മർദ്ദനമേറ്റിട്ടുണ്ട്. പ്രദേശവാസിയായ മയക്കുമരുന്ന് വിൽപ്പനക്കാരനായ യുവാവാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അമ്പലപ്പുഴ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതിനെ വിനോദിന്റെ മകൻ അനിമോൻ മുൻപ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിന് വീടിന് മുൻപിൽ നിൽക്കുകയായിരുന്ന അനിമോനുമായി അക്രമി വാക്കേറ്റം നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. ക്യാൻസർ ബാധിച്ച് കിടപ്പിലായ പിതാവിനോട് വിവരം പറയാൻ മുറിക്കുള്ളിലേക്ക് കയറിയ അനിമോനെ മാരക ആയുധവുമായി എത്തിയ യുവാവ് ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിക്കുന്നതിനിടെ വിനോദിന്റെ കാലിന് വെട്ടേൽക്കുകയായിരുന്നു. ഇതറിഞ്ഞ് ഓടിയെത്തിയ അയൽവാസി സുധാകരനെയും യുവാവ് മർദ്ദിച്ചു. പ്രതി ഒളിവിലാണ്.